സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വിഭവമായിട്ട് ഉണ്ടാക്കണേ. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമുണ്ടാവും, ചിലപ്പോൾ ഇത് കുറച്ച് പേർക്ക് അറിയാൻ പാടുണ്ടാവില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോ. കട്ട്ലേറ്റാണ് കേട്ടോ. ഇനി ഏതിൻ്റെ കട്ട്ലേറ്റാണെന്നും കൂടി പറഞ്ഞുതരാം. ദേ, ചക്കക്കുരുവിൻ്റെ കട്ട്ലേറ്റാണ്. ഈ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ചെറിയ ഇളം ചക്ക, ആദ്യം ഉണ്ടായ ചക്ക ആയതുകൊണ്ട് ചെറിയ ഇളം ചക്കയാണ്. അതായത് മുഴുവനായിട്ട് മൂത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ കുരുത്തൊലി എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തി അങ്ങ് വയ്ക്കുമ്പോഴേക്കും ഇത് പെട്ടെന്ന് അങ്ങ് പോരും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നന്നാക്കി തന്നെയാണ് കുക്കറിലേക്ക് ഇടുന്നത്. കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതങ്ങ് വല്ലാണ്ട് വെന്ത് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ തൊലി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കണ വരെ വേവിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചെറിയ പൊട്ടറ്റോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ വിളഞ്ഞ ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചക്കക്കുരു അതിൻ്റെ കുരുത്തലോട് കൂടിയിട്ട് തന്നെ കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ കേൾപ്പിച്ച് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കത്തി കൊണ്ട് പതുക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്രൗൺ കളർ തൊലിയൊന്നും കളയാണ്ട് തന്നെ ഉടച്ചെടുക്കാം നമുക്ക്. ഏറ്റവും എളുപ്പത്തിൽ ചക്കക്കുരു എങ്ങനെ നന്നാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അത് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി വയ്ക്കാം. ഒരു ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത്, മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് വേപ്പില, പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുരുകുരുന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പം നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ എയറെല്ലാം റിലീസായി. അപ്പം ചക്കക്കുരു തണുത്തു. നമ്മളത് എടുത്തതിന് ശേഷം നല്ലപോലെ അതിനെ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പൊടിച്ചെടുക്കാം, സ്പൂൺ വെച്ചോ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും പൊടിക്കാൻ. കട്ട ഉണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് ചെയ്ത് വെച്ചേക്കണ പൊട്ടറ്റോ അല്ല, അതും കൂടി പൊടിച്ചിട്ട് സെപ്പറേറ്റ് മാറ്റി വയ്ക്കണേ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അത്യാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ആദ്യം ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഒന്ന് ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, കട്ട് ചെയ്ത് വെച്ചേക്കണ കറിവേപ്പില എല്ലാം കൂടി കൂട്ടിയിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിള്ളേർക്ക് കൊടുക്കാനുള്ള കാരണം വളരെ കുറച്ചേ ചേർക്കണുള്ളൂ. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കണ ചക്കക്കുരു അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഈ മിക്സുമായിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി നല്ലപോലെ മിക്സ്, അതായത് നമ്മുടെ ഈ ഉള്ളിയുടെ ഇതിൻ്റെയൊക്കെ ആ മസാല ചക്കക്കുരുമ്മലേക്ക് നന്നായിട്ട് പിടിക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം, നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊട്ടറ്റോയുടെ മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഞാനൊരു വളരെ ചെറിയ പൊട്ടറ്റോയാണ് എടുത്തേക്കണേ. ചില ചക്കക്കുരുവിൻ്റെ അകത്തേക്ക് പൊട്ടറ്റോ ചേർക്കണമെന്ന് പോലും ഇല്ല. അത് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണേ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂട് പാകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ ഈ ചക്കക്കുരു ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് 2-3 സ്പൂൺ നമ്മുടെ റസ്കിൻ്റെ പൊടിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് നല്ല ബലത്തിലിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചേർക്കണില്ല കേട്ടോ, കാരണം എൻ്റെ മിക്സ് പാകമാണ്. ഈ മിക്സ് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റ് പിടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുവിധം പരുവത്തിനനുസരിച്ച് നമ്മളൊന്ന് പിടിച്ച് നോക്കണം. ഇതിലേക്ക് ആവശ്യം നമുക്ക് വേണ്ടത് റസ്കിൻ്റെ പൊടി അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചാലും മതി. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള എടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ അത് നല്ല നീറ്റായിട്ട് ഇതുമ്മലേക്ക് പിടിച്ചിരിക്കുകയുള്ളൂ. ഉണ്ടാക്കിയ കട്ട്ലേറ്റ് മുട്ടയുടെ വെള്ളയിൽ മുക്കുക. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് സോഫ്റ്റായിട്ട് പിടിക്കുക. സോഫ്റ്റായിട്ട് പിടിച്ച് സാധാരണ നമ്മൾ എല്ലാ കട്ട്ലേറ്റും ഉണ്ടാക്കണം ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതും. എന്നിട്ട് നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് ഇതാക്കി വയ്ക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അടുത്തത് നമുക്കിതിനെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ശരിക്കും സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെയൊക്കെ ഓയിൽ വറക്കണതാണ് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പിള്ളേർക്ക് കൂടി കൊടുക്കാനുള്ള കാരണം ഞാൻ കോക്കനട്ട് ഓയിലാണ് വറക്കണത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് അത് നല്ലപോലെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വറുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പുറംവശം ആദ്യം കരിയും, ഉൾവശം വേകാത്ത പോലെ നിൽക്കുകയും ചെയ്യും. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ കുറവാണ് നിങ്ങൾ ചേർത്തേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കട്ട്ലറ്റിൻ്റെ മീതേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് അത് ഓയിലൊന്ന് തട്ടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നല്ല ചുമന്ന കളറാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ മറിച്ചിടാം, കുഴപ്പമില്ല. അങ്ങനെ മറിച്ചിട്ടിട്ട് നല്ല കളറാകുമ്പോൾ കട്ട്ലറ്റിൻ്റെ കളർ അറിയാമല്ലോ, ആ കളറാകുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം.
അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ കട്ട്ലേറ്റും ആവശ്യാനുസരണം നമുക്ക് വറുത്തെടുക്കാം. അല്ലാത്തത് നേരെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടേക്ക് വറുക്കാൻ പറ്റും. അപ്പോൾ വറുക്കണതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ പുറത്തിറക്കി വെച്ചതിന് ശേഷം വേണം വറുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സീസണല്ല, എല്ലാവരും വേഗം ഉണ്ടാക്കി നോക്കിക്കോ. എന്നിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.